മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ചൊല്ലി മുസ്ലിം ലീഗിൽ കടുത്ത ഭിന്നത. പാർട്ടി നൽകിയ പട്ടിക മന്ത്രിമാർ പരിഗണിക്കുന്നില്ല. പ്രവർത്തകരെ തഴഞ്ഞ് ചെമ്മാട് ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്താനും നീക്കം നടക്കുന്നു. PV അബ്ദുൽ വഹാബ് MP യുടെ സ്റ്റാഫ് അംഗങ്ങളെയും മന്ത്രിമാരുടെ സ്റ്റാഫാക്കാൻ ശ്രമം. അവഗണനയിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ജില്ലാ നേതൃത്വം രാജിസന്നദ്ധത അറിയിച്ചു. വിശദാംശങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, ഇത്തവണ വളരെ കേന്ദ്രീകൃതമായി സംസ്ഥാന നേതൃത്വം തന്നെ ആരായിരിക്കണം മന്ത്രിമാരുടെ സ്റ്റാഫ് എന്ന് തീരുമാനിക്കുകയും പട്ടിക കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ തയ്യാറാവുന്നില്ല എന്നാണോ? ഹർഷൻ, മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണുള്ളത്. അതിൽ ലീഗിന്റെ സംസ്ഥാന നേതൃത്വം അന്ന് റഷീദ് അലി തങ്ങളും PMA സലാമും ഉൾപ്പെട്ട ഒരു സമിതി 150 പേരുടെ പട്ടിക തയ്യാറാക്കി ഇവരിൽ നിന്നും വേണം പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കാൻ എന്നതായിരുന്നു കൊടുത്തിരുന്ന നിർദ്ദേശം. പക്ഷേ മന്ത്രിമാരാരും തന്നെ പൂർണ്ണമായും തഴഞ്ഞു എന്നുള്ളതല്ല. പക്ഷേ ആ പട്ടികയിൽ നിന്ന് മാത്രമല്ല ആളുകളെ എടുത്തിട്ടുള്ളത്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് ആളുകളെ നിയമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ അതൃപ്തി വലുതാകാനായി കാരണമായി മാറിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ അദ്ദേഹത്തിന്റെ കൂടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് നിയമനം നടത്തിയിട്ടുള്ളത്. മറ്റൊന്ന്, കൂടുതൽ ജില്ലകളിൽ നിന്നും ആളുകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെയും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പരാതി. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം മുമ്പ് കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃയോഗം നടന്നിരുന്നു. അതിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പങ്കെടുക്കുകയും ചെയ്തു. വലിയ വിമർശനമാണ് ഉണ്ടായിട്ടുള്ളത്. അംഗങ്ങൾ പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ്. അതിൽ പറയുന്നത് ഇപ്പം കോഴിക്കോട് ജില്ലയിൽ നിന്നും 26 പേരുടെ പട്ടികയാണ് നൽകിയിട്ടുള്ളത്. അതിൽ 5 മന്ത്രിമാരിൽ 5 സെക്രട്ടറിമാർ അഡീഷണൽ സെക്രട്ടറിമാരായി നിയമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇത് കൊടുത്തിരുന്നു. പിന്നീട് മറ്റാളുകളെ ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഓരോ ആളുകളെ വീതം ഉൾപ്പെടുത്തി അവരെ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുക എന്നതായിരുന്നു നിർദ്ദേശം. പക്ഷേ അത്ര പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സ്ഥിരമായി പാർട്ടി പ്രവർത്തകരെ തഴയുക എന്നത് മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്ന വിമർശനമാണ് നേതാക്കൾ പറയുന്നത്. ഒന്ന്, പാർട്ടി കൊടുത്ത പട്ടികയിൽ നിന്നും പരിഗണിക്കാതെ വരുമ്പോൾ നേരിട്ട് മന്ത്രിമാരെ സമീപിച്ച് ആളുകൾ ഈ പേഴ്സണൽ സ്റ്റാഫിൽ കയറിക്കൂടിയതായ വിമർശനവും ലീഗിനകത്ത് ഉയരുന്നുണ്ട്. 2 കാര്യങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, PV അബ്ദുൽ വഹാബ് MP യുടെ സ്റ്റാഫിൽപ്പെട്ട അംഗങ്ങളെ 2 പേരെ മന്ത്രിമാരുടെ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിന്റെ കാരണമായി പറയുന്നത് MP മാരുടെ സ്റ്റാഫിൽപ്പെട്ട ആളുകൾക്ക് പെൻഷൻ ഇല്ല, മന്ത്രിമാരുടെ സ്റ്റാഫിൽ വരുമ്പോൾ പെൻഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് പെൻഷൻ ഉറപ്പാക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലാണ്. ഇത് പാർട്ടിക്കകത്ത് വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ചെമ്മാട് ദാറുൽ ഹുദ എന്ന അവിടുത്തെ കോളേജിലെ 6 വിദ്യാർത്ഥികളെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതും വലിയ വിമർശനത്തിനും ഒക്കെ കാരണമായി മാറിയിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ തന്നെയാണ്, ഭാരവാഹികൾക്കും ഒക്കെയാണ് ഇതിന് പ്രാധാന്യം കൊടുക്കേണ്ടത്. അത്തരമൊരു നീക്കം നടത്തുന്നതിനോട് യോജിപ്പില്ല എന്നത് അംഗങ്ങൾ തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, അതായത് ഞങ്ങൾ തന്ന പട്ടികയിൽ നിന്നും ആരെയും നിയമിച്ചില്ല എങ്കിൽ രാജിവെക്കാൻ തയ്യാറാണ് എന്ന രാജ്യസന്നദ്ധത കൂടി അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഇത് പല ജില്ലകളിലും, മലപ്പുറം, അതോടൊപ്പം തന്നെ കോഴിക്കോട്, അങ്ങനെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളായ പലയിടങ്ങളിലും വലിയ അതൃപ്തിയാണുള്ളത്. പാർട്ടി കൊടുത്ത ലിസ്റ്റ് ഉണ്ടായിട്ട് പോലും അതിൽ പകുതിയോളം ആളുകളെ പോലും നിയമിക്കാൻ ഈ മന്ത്രിമാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഉയർന്നു വരുന്ന ഒരു വിമർശനം. അത് മാത്രമല്ല, നിലവിൽ MP മാരുടെ ഉൾപ്പെടെ സ്റ്റാഫിൽ നിൽക്കുന്ന ആളുകളെ കൂടി എന്തിന് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്തണമെന്നതുകൂടി ഇവർ ചോദിക്കുന്നുണ്ട്. ചെമ്മാട് ദാറുൽ ഹുദയിലെ അങ്ങനെ സാധാരണ പതിവില്ല. ഇത്തവണ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ കീഴ്വഴക്കങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതെന്ന വിമർശനവും ഉയരുന്നു. പ്രസാദ്, ഇത് സാധാരണ ഒരവസ്ഥയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. കാരണം ഇത്തവണ വളരെ സൂക്ഷ്മമായി തന്നെ പാണക്കാട് തങ്ങളടക്കമുള്ളവർ തീരുമാനിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്, മന്ത്രിമാരാരാവണമെന്ന് തീരുമാനിച്ചത്. ഇക്കാര്യത്തിലൊന്നും വിട്ടുവീഴ്ചയില്ലാത്ത ഒരു കേഡർ സ്വഭാവത്തോടെ തന്നെയുള്ള ഇടപെടൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായെങ്കിൽ പിന്നീട് അങ്ങോട്ട് മന്ത്രിമാരായതിനു ശേഷം പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടായെങ്കിൽ അത് ആ ഉന്നത തലത്തിൽ തന്നെ അടുത്തൊരു ആലോചനയ്ക്ക് വിധേയമാവാൻ സാധ്യതയില്ലേ? എന്താണ് അതേക്കുറിച്ച് തോന്നുന്നത്? തീർച്ചയായും ഹർഷൻ, ഇതിന് മന്ത്രിമാർ പറയുന്ന ഒരു വാദം, ഒന്ന്, പരിചയസമ്പന്നരായ ആളുകളെ ആണ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അവർ പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായും ആ ലിസ്റ്റ് പൂർണ്ണമായും അവഗണിക്കുകയല്ല ചെയ്തിട്ടുള്ളത്, അതിൽ നിന്ന് ആളുകളെ എടുക്കുന്നുണ്ട്. പക്ഷേ മുഴുവൻ ആളുകളെയും പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പരിഗണിക്കണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മുമ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്തുള്ള ആളുകളെ പരിഗണിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് കുറേ ആളുകളെ നേരിട്ട് നിയമനം, അതായത് പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അവരുടെ മുതിർന്ന നേതാവാണ്.
നേതാവാണ്. പക്ഷെ മറ്റു മന്ത്രിമാരും ഇത്തരത്തിൽ കാണിക്കുന്നു എന്നുള്ളതാണ് ഉയർന്നു വരുന്ന ഈ വിമർശനത്തിന്റെ കാരണം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് നിന്നും 26 പേരുടെ പട്ടിക, 13 പേരുടെ പട്ടിക ആദ്യവും രണ്ടാം ലിസ്റ്റ് എന്ന നിലയ്ക്ക് മറ്റ് 13, അങ്ങനെ 26 പേരുടെ പട്ടിക കൊടുത്ത് അതിനകത്തൊരു തീരുമാനം, ഒരു ഉറപ്പ് ഇവിടുത്തെ ജില്ലാ നേതൃത്വത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ കഴിഞ്ഞ കമ്മിറ്റിയിൽ ഉയർന്ന ഒരു വിമർശനം. PM സലാമിന്റെ മുമ്പിൽ തന്നെയാണ് ഈ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി ഞാൻ എന്ത് ചെയ്യാനാണ്, മിക്കവാറും പേഴ്സണൽ സ്റ്റാഫിന്റെ അംഗങ്ങളുടെ നിയമനം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ അതിന്റെ ഉത്തരവാണ് ഇറങ്ങേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരുപക്ഷെ പൊട്ടിത്തെറിയിലേക്കും ഭിന്നത രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഹർഷൻ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗാണ് വളരെ ഒരു സംഘടനാ രീതിയിൽ ഒരു കേഡർ സ്വഭാവത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതൃപ്തി ഉള്ളിലൊളിപ്പിക്ക് നിൽക്കാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഞങ്ങൾ ഈ പാർട്ടിക്ക് വേണ്ടി, ഇപ്പോൾ കോഴിക്കോടാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റ് അവരുടെ ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗ് നേടിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിഗണന എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇവിടെ മന്ത്രിയെ ലഭിച്ചില്ല, അത് രണ്ടാം ടേം അടിസ്ഥാന മാത്രമാണ് പാറക്കൽ അബ്ദുള്ളയെ പരിഗണിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൂടുതൽ ആളുകളെ കൊടുക്കണം എന്നുള്ളൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം മറ്റു സ്ഥലങ്ങളിലും ഇതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള അവകാശവാദങ്ങളാണ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു വീഴ്ച. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം പൂർത്തിയായി കഴിഞ്ഞ് അതിന്റെ ഉത്തരവിറങ്ങുമ്പോൾ, ഇപ്പോഴും അബ്ദുൽ വഹാബിന്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ വലിയ ചർച്ചയാണ്. അബ്ദുൽ വഹാബിന്റെ സ്റ്റാഫ് അംഗങ്ങളിൽപ്പെട്ട 2 പേരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് നിയമിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അവരെ ഉൾപ്പെടുത്തി ഒരു ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതേ സമാനമായ രീതിയിലുള്ള പൊട്ടിത്തെറികളും വിമർശനങ്ങളും ഉയരാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.